ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ read a verse from Galatians chapter 4 verse 19. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. Galatians chapter 4 verse 19. My little children, for whom I labor in birth again until Christ is formed in you. വായിക്കാമോ? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ഉള്ള ഒരു ലേഖനത്തിൻ്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിഷമം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ രേഖപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഇത്. I labor in birth again until Christ is formed in you. നമ്മളിവിടെ കൂടി വരുന്നു, നമുക്കൊന്നിച്ച് മീറ്റിംഗ് ഉണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്കൊന്നിച്ച് കൂടി വരുവാനുള്ള അവസരം ദൈവം തരുന്നു. ദൈവത്തിന് മഹത്വം. എന്നാൽ വാട്ട് ഈസ് ദ എയിം? എന്തിനാണ് നമ്മൾ കൂടി വരുന്നത്? എന്താണ് നമ്മൾ ഇതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണം. That Christ need to be born in you and it need to be completed in your heart. നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണം എന്നുള്ള ഒരു വലിയ കരച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മീറ്റിങ്ങിനൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, യെസ്, വെൻ വി പ്രേ ഫോർ സോ മെനി തിങ്സ്, പല കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴും കർത്താവേ, വി ആർ ബിക്കമിങ് ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരുന്നുണ്ടോ? ക്രിസ്തു നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ആ ഒരു കാര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളും വേറെ പല ഓർഗനൈസേഷൻസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് മനസ്സിലാകും, പൗലോസിൻ്റെ ഹൃദയത്തിലെ ഒരു വലിയൊരു വിഷമമായിരുന്നു. യെസ്, ഹീസ് ടോൾഡ് ദ ഗോസ്പൽ, മെനി പീപ്പിൾ കെയിം ടു ദ ലോർഡ്. പക്ഷേ അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ വേണ്ടവണ്ണം ക്രിസ്തു ഉരുവാകുന്നില്ല എന്നുള്ള വലിയൊരു കൺസേൺ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ വാക്യത്തിൽ ഒന്നുകൂടെ ഒന്ന് വാക്യം വായിച്ചാൽ, വേഴ്സ് 19 and 20 ഒന്നുകൂടെ വായിച്ചാൽ 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. മതി. അപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണ് നമുക്ക് മനസ്സിലാകാം. നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകേണ്ട വലിയ ആവശ്യമാണ്. ഞാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, പലരോടും പല മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട്, പല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാം. നമ്മുടെ മനസ്സിലൊരു ചിന്തയിലുണ്ടാകാം, ഓക്കെ, ലെറ്റ് us say ഒരു IPS ഓഫീസറായിരിക്കുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹം ക്രിസ്ത്യൻ അല്ല എന്ന് കൂട്ടിക്കോ, അദ്ദേഹം ക്രിസ്ത്യൻ അല്ല, ഒരു IPS ഓഫീസറാണ്, അദ്ദേഹത്തിന് നല്ല പൊസിഷനുണ്ട്. നമുക്കറിയാം IPS ഓഫീസേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് പൊസിഷനുണ്ട്, അവർക്ക് അതേപോലെ തന്നെ അധികാരങ്ങളുണ്ട്, നല്ല ശമ്പളമുണ്ട്, അതേപോലെ തന്നെ സമൂഹത്തിൽ നല്ല ഒക്കെയാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് അദ്ദേഹം റിലീജിയസ് ആയിക്കോട്ടെ, അദ്ദേഹം നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അപ്പോൾ കാര്യങ്ങൾ നീതിയായി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപവാദവും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ലാത്ത ഒരു പൊസിഷനിലായിരിക്കും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും വ്യക്തിപരമായ ജീവിതത്തിലില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ അവരുടെ അടുക്കൽ നോക്കുമ്പോൾ നിങ്ങളുടെ ക്രിസ്തു അദ്ദേഹത്തിന് പ്രയോജനപ്പെടുമോ? നിങ്ങളുടെ ക്രിസ്തു അദ്ദേഹത്തിന് പ്രയോജനപ്പെടുമോ? ഇൻ്റലക്ച്വലി വളരെ സ്മാർട്ടായിരിക്കുന്ന ഒരു വ്യക്തി, പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, നീതിയായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, റിലീജിയസ് ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ക്രിസ്തു എന്തെങ്കിലും പ്രയോജനമുണ്ടോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ക്രിസ്തുവിലേക്ക് വന്നാൽ ലോകത്തിലെ പല കാര്യങ്ങളൊക്കെ ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിന് ക്രിസ്തുവിനെ ആവശ്യമുണ്ടോ? എന്തായിരിക്കും നമ്മളുടെ ചിന്ത? നമ്മളയാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമോ? എന്തായിരിക്കും നമ്മൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിന് നല്ല പൊസിഷനുണ്ട്. ആരോഗ്യം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട്. അദ്ദേഹം നീതിയായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹം നീതിയായിട്ട് തന്നെയാണ് കാര്യം. റിലീജിയസ് അല്ല എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം റിലീജിയസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയോട് നമുക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഓർ വിൽ വി സേ ഹീ ഈസ് ബെറ്റർ ദാൻ അസ്?
നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കുന്ന ഒരു പൊസിഷനാണ് അദ്ദേഹത്തിൻ്റെ വഴി പോട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാമെന്നുള്ള ചിന്ത. ലെറ്റ് us read why I am saying that is അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കൊരു ഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ we see a person like that. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന അതേപോലെ ഒരു വ്യക്തിയെ. ലെറ്റ്സ് read chapter 10, 10-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം. കൈസര്യയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നു പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏതായാലും ജാതീയനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് അറിയാവുന്ന ഏതോ ഒരു ദൈവത്തോടാണ്. അദ്ദേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഭക്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ഹി വാസ് എ ഡിവോട്ട് മാൻ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഹി ഈസ് എ മാൻ ഓഫ് ഇൻ ഓണർ വിത്ത് പൊസിഷൻസ് ആൻഡ് എവറിത്തിങ്. എല്ലാം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പറയാൻ, ക്രിസ്തു ഉരുവാകണമെന്ന് പറയാനായിട്ടൊക്കെ പറ്റുമോ? എന്നാൽ അപ്പോസ്തലനായ പത്രോസ് അദ്ദേഹത്തിനോട് സുവിശേഷം പറഞ്ഞപ്പോൾ ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. 34-ാമത്തെ വാക്യം. When let us leave alone all the context, let's go to straight the message which Peter preached to this gentleman. 34-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. You know, he really realized one thing. He thought that Jews was his favorite, God's favorite. ജ്യൂസിനെ മാത്രം. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. പത്രോസ് യഹൂദനായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരാണ് ദൈവത്തിൻ്റെ ഫേവറേറ്റ് എന്നൊക്കെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നായിരിക്കണം. പക്ഷേ അതെല്ലാം പൊളിച്ചുകൊണ്ട് കർത്താവ് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ, ഇഫ് യു ആർ റെഡി ടു ലേൺ ഫ്രം ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നും പഠിക്കുവാൻ നമ്മൾ റെഡിയാണെങ്കിൽ the Lord will teach us. But if you are rigid, say, I don't want to learn, I don't want to change, God cannot teach you. നമ്മൾ ടീച്ചബിൾ അല്ല. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കുകയാണ്. He said, in truth I perceive God shows no partiality. Praise the Lord. നമുക്കൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്തയാണ്, ദൈവം ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്നോ പ്രത്യേകിച്ച് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നോ. It says God is not partial. If you fear him, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചാൽ God will come to him. ദൈവം അവരുടെ അടുക്കൽ വരും എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, verse 34 and 35. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. And in his context, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ പത്രോസ് പറയാണ്, ഹിയർ ഇസ് ജീസസ് ഹു ഓൾസോ വാസ് ലൈക്ക് ദാറ്റ്. അദ്ദേഹം എങ്ങനെയായിരുന്നു? നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. 10-ാമത്തെ വാക്യം, 38-ാമത്തെ വാക്യം, verse 38. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഹി റിയലി ലൈക്സ് ജീസസ് അല്ലേ? ആ ഒരു കാര്യത്തിൽ നമുക്കും എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാണ്. കാരണം യേശു എന്ത് ചെയ്യുന്നു? നന്മ ചെയ്തുകൊണ്ട് പോകുന്നു. അത് തന്നെയുമല്ല, രോഗികളെ സൗഖ്യമാക്കുന്നു. ആൻഡ് ഹീലിംഗ് ഓൾ ഹു ആർ ഒപ്രസ്ഡ് ബൈ ദ ഡെവിൾ. പിശാചിനാൽ ഒപ്രസ് ചെയ്യപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ദാറ്റ് ഇസ് വണ്ടർഫുൾ മെസ്സേജ്. ആൻഡ് ദാറ്റ് വാസ് ടു ജസ്റ്റ് ഇൻ ലൈൻ വിത്ത് വാട്ട് വാസ് ഡൂയിങ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക്. ഇതൊക്കെയാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള. ബട്ട് ദെൻ ഹി കംസ് ടു ദ റിയൽ 2-3 പോയിന്റ്സ് ദെയർ ഇൻ ഹിസ് ലൈഫ്. Then that is what the message he says. Let's come to the verse 42, 42-ാമത്തെ വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി, sorry, verse 39-ാമത്തെ വാക്യം, verse 39. യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു.
അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇവിടെ ഒന്ന് രണ്ട് കാര്യം അദ്ദേഹം പറയുന്നൊരു കാര്യം. അദ്ദേഹം പറയുന്നൊരു കാര്യം, നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ മരണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അതിനെ ജയിക്കുവാൻ ഏത് ഓഫീസേഴ്സിനും കഴിയുമോ? ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ വെന്റിലേറ്ററിലൊക്കെ കുറച്ച് നേരം വെച്ച് സൂക്ഷിക്കാമായിരിക്കാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ന്യൂസിൽ വായിച്ചതുപോലെ ഇയേഴ്സ്, ഇഫ് യു ഹാവ് മണി യു ക്യാൻ കീപ് ദാറ്റ് പേഴ്സൺ ഇൻ എ വെന്റിലേറ്റർ ഫോർ ലോങ്. അതൊക്കെ ചെയ്യാമായിരിക്കാം, പക്ഷേ ജീവനിലോട്ട് കൊണ്ടുവരുവാൻ ആരെക്കൊണ്ട് കഴിയില്ല. അപ്പം ഇവിടെ ഒന്നാമത്തെ കൊർനെലിയോസിനോട് പറയുന്നത്, ഹിയർ ഇസ് എ ഡിഫറൻസ്. ജീസസ് ക്യാൻ ഓവർകം ഡെത്ത്. യേശുവിന് മരണത്തെ ജയിക്കുവാനായി കഴിയും. മരണത്തെ ജയിച്ചവനായ കർത്താവ്, ആ കർത്താവ് ഉയർച്ചെഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. That is the testimony of Peter. And that is new to Cornelius. Until then, I did something nice. Jesus also did something nice. That's very good. പക്ഷേ ഇപ്പോൾ പറയുന്നത്, ഈ യേശു മരിച്ചവനായിരുന്നു, മരിച്ചതിന് ശേഷം നമ്മൾ കേട്ടതാണ് ന്യൂസിൽ. യെസ്, ഈസ് ഓൾസോ നിയർ കൈസരിയ എന്ന് പറയുന്ന ഈ സ്ഥലം അധികം ദൂരമൊന്നുമല്ല. ഹി ഹേർഡ് ഓൾ ദിസ് തിങ്സ് ഹാപ്പൻഡ്. അത് കഴിഞ്ഞതിന് ശേഷം, ഉയർത്തെഴുന്നതിന് ശേഷം ഞങ്ങളുടെ കൂടെയൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച യേശുവിനെ കുറിച്ചാണ് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ മരണത്തെ ജയിച്ചവനായ ഒരു യേശു ക്രിസ്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലും നമുക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം, മരണത്തെ ജയിച്ചവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതൊരു കാര്യത്തിലും മരണമല്ല എൻഡ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണമല്ല എൻഡ്. ഈ കണ്ടിന്യൂസ് ടു ലീവ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിൽ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതാണ് ഒന്നാമതായി അദ്ദേഹത്തിന് പറയുന്നത്. രണ്ടാമതായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ദർ ഇസ് ഗോയിങ് ടു ബി എ ജഡ്ജ്മെൻറ്റ് വാട്ട് എവർ യു ഡു, ആൻഡ് ദാറ്റ് ജഡ്ജ് ഈസ് നോബഡി അതർ ദാൻ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. യേശു ക്രിസ്തു തന്നെയാണ് ആ ന്യായാധിപതിയായിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ജഡ്ജ് ദ ലിവിങ് ആൻഡ് ദ ഡെഡ്. ആ വാക്യം ഒന്ന് വായിച്ച്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. Praise God. He is a righteous judge. അവനൊരു നീതിമാനായ ദൈവമാണ്. He was ordained by God to be judge of the living and the dead. He will be the righteous judge. അവനൊരു നീതിമാനായ ഒരു ന്യായാധിപതിയായി വരാൻ പോകുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയാം. എന്നിട്ട് അദ്ദേഹത്തോട് പറയണം മൂന്നാമതായിട്ടുള്ള കാര്യം. അടുത്ത കാര്യം പറയുന്നത് വേഴ്സ് 43, 43-ാമത്തെ കാര്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് പറയാണ്, പാപമോചനം ലഭിക്കും. നമുക്കറിയാം, ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം അന്നോടുകൂടി ക്യാൻസലാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ കേസ് വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ഹീസ് ആഫ്റ്റർ ദാറ്റ് ഇസ് ഫ്രീ. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ കേസ് നിലനിൽക്കുന്ന ഒരു കേസാണെങ്കിൽ, ആൻഡ് ദാറ്റ് ഇസ് വാട്ട്, ജീവനുള്ളവരെയും മരിച്ചവരെയും ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി, ആൻഡ് ദാറ്റ് ഇസ് ജീസസ്. അപ്പം നമ്മുടെ ഒത്തിരി കേസുകൾ നമ്മൾ വിചാരിക്കും ഈ സുപ്രീം കോടതിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ലോകം കൊണ്ട് തീരുന്ന കേസാണെങ്കിൽ, അതിനപ്പുറത്തോട്ട് നീളുന്ന ഒരു കേസ്. സോ ദാറ്റ് മീൻ ദ കേസ് ഇസ് നോട്ട് ഗോയിങ് ടു ഫിനിഷ് ഹിയർ. പ്രൈസ് ഗാഡ്. എന്ത് ചെയ്യാൻ പോവും? നമ്മളൊരു കാര്യം ചെയ്തു, ആ കാര്യത്തെക്കുറിച്ച് പിടിക്കപ്പെട്ടില്ല, രക്ഷപ്പെട്ടു, കോർട്ട് നമ്മളെ വെറുതെ വിട്ടു, നമ്മൾ വിചാരിച്ച് നമ്മൾ ഫ്രീ ആണ്. അപ്പോഴും സ്വർഗത്തിലെ കേസ് കണ്ടിന്യൂ ചെയ്യാൻ. എന്നിട്ട് പറയുകയാണ് ഹീ ഈസ് എ റൈച്ചസ് ജഡ്ജ്. മൂന്നാമത് അദ്ദേഹം പറയണം പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു എന്ന് പറയും. പ്രൈസ് ഗാഡ്. അതും അദ്ദേഹത്തിന് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന് പൈസ കൊടുക്കാം, പ്രാർത്ഥിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷേ പാപമോചനം എന്നുള്ളൊരു കാര്യം അപ്രാപ്യമായ ഒരു കാര്യമാണ്. അപ്പം ആ സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞല്ലോ നല്ല പൊസിഷനിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു തരുന്നൊരു കാര്യം ഇവർക്ക് ആർക്കും തരുവാനായിട്ട് കഴിയത്തില്ല. മരണത്തിന് മേൽ ജയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു, മരണത്തിൻ്റെ മേലുള്ള എല്ലാ അധികാരവും പൂർണ്ണ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു,
എൻ്റെ താക്കോൽ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറയ്ക്കണം. രണ്ടാമതായിട്ടുള്ള കാര്യത്തിന് അദ്ദേഹം പറയുകയാണ്, ഈസ് ഗോയിങ് ടു കം ആസ് എ ജഡ്ജ്. അവനൊരു ന്യായാധിപതിയായി വരാൻ പോവുകയാണ്. ഈസ് നോട്ട് ഓൺലി ഓഫ് ദ ഡെഡ്, ഇറ്റ്സ് ഓൾസോ ലിവിങ് ആൻഡ് ദ ഡെഡ്. ജീവനോടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അതിൻ്റെ ന്യായാധിപതിയായി വരാൻ പോകും. സോ ദ കേസ് ഇസ് നോട്ട് ഗോയിങ് ടു ഫിനിഷ് ബൈ ദ ഡേ വെൻ വി ഫിനിഷ് ഫ്രം ദിസ് എർത്ത്. ഈ ലോകത്തിൽ കഴിയുമ്പോഴത്തേക്കും കേസ് ക്ലോസ് ആയി എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഇറ്റ് കണ്ടിന്യൂസ് ടു ദാറ്റ് മെയിൻ കോർട്ട്. അവിടെ വെച്ച് ഈ കാര്യങ്ങൾ വിധിക്കും. അപ്പോൾ അതിനു മുമ്പ് ദൈവം നമുക്കൊരു അവസരം തരികയാണ് ടു ആസ്ക് ഫോർ ഫോർഗീവ്നെസ് ആൻഡ് സെറ്റിൽ തിങ്സ്. ആ പാപമോചനം ഓഫർ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് വെറുതെ അല്ല, തൻ്റെ തന്നെ രക്തം കൊടുത്ത് ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വിശ്വാസമായി വരിക. ഇതാണ് നമ്മൾ വീണ്ടും ജനിക്കാനായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമ്മൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ശേഷം എന്താ അദ്ദേഹത്തെ അവിടെ സംഭവിച്ചത്? അടുത്ത വാക്യം 44-ാമത്തെ വാക്യം, when Peter was still speaking. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വായിച്ചാൽ അടുത്ത വാക്യം, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അടുത്തത്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാത്ത വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്കു കഴിയുമെന്ന് പറഞ്ഞു. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം then they said, okay, let us go into the baptism. അവിടെയാണ് സ്നാനത്തിൻ്റെതായിട്ടുള്ള പ്രസക്തി തന്നെ വരുന്നത്. He says, yes, not be baptized who have received the Holy Spirit just as we. ഈ ഒരു കേസിൽ മാത്രമാണ് നമ്മൾ കാണുന്നത് സ്നാനപ്പെടുന്നതിന് മുമ്പ്. ചില കേസുകൾ മാത്രമാണ് ഇങ്ങനെ കാണുന്നത് സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ കേസിൽ ഒരു ജാതീയമായ ഒരു പശ്ചാത്തലത്തിലുള്ള ഡീലിംഗ് ആയതുകൊണ്ടായിരിക്കാം ഒരു സ്നാനപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് അവിടെ കൊടുക്കുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് പറയുന്നത് സ്നാനപ്പെട്ടാൽ അതിന് ശേഷം നിങ്ങൾക്ക് ഇത് ലഭിക്കും, ഈ ദാനം ലഭിക്കും എന്നാണ് അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് അദ്ദേഹത്തിൻ്റെ. അപ്പം ആദ്യം കർത്താവായ യേശു ക്രിസ്തു ഉരുവാകുന്നതിൻ്റെ ഭാഗമായി ആദ്യം നമ്മൾ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഏതൊരു ജാതീയ പശ്ചാത്തലത്തിൽ എത്ര ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ സുവിശേഷം വ്യത്യാസമാകുന്നതിൻ്റെ കാരണം ഇതൊന്നും വേറെ ആർക്കും തരുവാനായിട്ട് കഴിയത്തില്ല. അത് ക്രിസ്തുവിന് മാത്രം തരുവാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. ബിക്കോസ് വി ആർ ലൈറ്റ് ഓഫ് ഓൾ ദ സിൻസ് വി ഹാവ് കമ്മിറ്റഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് കഴുകി നമുക്കൊരു പുതിയൊരു ജീവിതം നമുക്ക് തരാണ്. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവനെ സംബന്ധിച്ചോളം അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം അങ്ങനെയായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും അവിടെ വരുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് വേഴ്സ് 48. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. They had a fellowship, അല്ലേ? പത്രോസിൻ്റെ കൂടെ പറഞ്ഞു ഇപ്പോഴേ പോകരുത്, അല്ലേ? നമുക്കറിയാം പലപ്പോഴും ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും നമ്മുടെ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, വേറെ എങ്ങും പോകണ്ട, നമുക്ക് സഹോദരൻ്റെ കൂടെ ഇരിക്കണം, അല്ലേ? സന്തോഷത്തോടുകൂടെ സാറോടും സംസാരിക്കണം, ഒക്കെ ആയിരിക്കണം. പക്ഷേ ആ ഒരു സന്തോഷം ആദ്യം കാണും, കുറച്ച് കഴിഞ്ഞ് പറയും നിങ്ങളാരും പോകുന്നില്ലയോ? പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എടാ വെള്ളിയാഴ്ചയും കാണുന്നുണ്ട്, ഇടയ്ക്ക് ദിവസങ്ങളും കാണുന്നുണ്ട്, ഇനിയും പോയി സഹോദരനെ കാണണമെന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്തിലോട്ട് വരും. ദാറ്റ് ഈസ് ഡേ 2. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് വളരെ സന്തോഷമാണ്. ക്രിസ്തുയേശുവിൽ വന്നു, വളരെ ഉത്സാഹമാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലുള്ളിൽ വന്നു, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ആസ് വി ഗോ ഫോർവേഡ്, മുമ്പോട്ട് പോകുമ്പോഴേക്കും then we see we need to follow നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളൊരു കാര്യം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കണം? നമുക്കറിയാം, നമുക്ക് നമ്മുടെ ബൈബിളിനകത്ത് 2 കൽപ്പനകളാണുള്ളത്. ഒന്ന് പഴയ നിയമത്തിൻ്റെ കൽപ്പനകൾ, മോശയിൽ കൂടെ വന്ന കൽപ്പന. 2 കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി വന്ന. ഇതിൽ ഏത് കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കും? ഏത് കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കും? പഴയ നിയമപ്രകാരം ചെയ്യാൻ പറ്റുമോ, പുതിയ നിയമപ്രകാരം ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ പലപ്പോഴും വി ഗോ ഹാഫ് ഫ്രം ഹിയർ ആൻഡ് ഹാഫ് ഫ്രം ദെയർ. പഴയ നിയമത്തിൻ്റെ കുറച്ചും പുതിയ നിയമത്തിൻ്റെ കുറച്ചും എടുത്ത് നമ്മൾ ചേർത്ത് നമുക്ക് അനുസരിക്കാനായിട്ട്. അങ്ങനെയല്ല, വി ക്യാൻ ബി ഈദർ ഇൻ ദിസ് ഓർ ഓൺ ദാറ്റ് വൺ.
ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വളരെ സന്തോഷമൊക്കെ കഴിഞ്ഞു. അതിന് മുമ്പോട്ട് പോകുമ്പോൾ ഇനി അടുത്തത്, ഇപ്പോൾ സപ്പോസ് ഈ കൊർന്നല്യൂസിനെ തന്നെ കാണുക. കൊർന്നല്യൂസ് ആയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കണ്ട ഒരു യഹൂദനെ കണ്ടപ്പോൾ, നീ ഇനി എന്ത് ചെയ്യണം? ഞങ്ങളെപ്പോലെ പഴയ നിയമ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്ന് പറയും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആയിരിക്കും. അപ്പം അടുത്ത വിശ്വാസിയായിട്ട് വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിലെ അടുത്ത ചോദ്യം ഏത് കൽപ്പന അനുസരിക്കും എന്നുള്ളതാണ്. പഴയ നിയമ കൽപ്പനകൾ അനുസരിക്കുമോ, പുതിയ നിയമ കൽപ്പന? സോ യു ഹാവ് ടു ബി ക്ലിയർ ഇൻ അവർ മൈൻഡ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ. ഈദർ യു ക്യാൻ ബി ഇൻ വൺ ഓർ ദി അതർ. ഏതെങ്കിലും ഒന്നിലേ നമുക്കാകാൻ പറ്റത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പഴയ നിയമം അതുപോലെ അനുസരിച്ച് പൂർണ്ണനായി 100% മാർക്ക് മേടിച്ചൊരു വ്യക്തി. ബാക്കി എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയാൻ ദേ ഓൾ സ്റ്റംബിൾഡ്, ദേ നെവർ ക്രിയേറ്റഡ് 100 out of 100 ഇൻ എനി ഓഫ് ദി സബ്ജക്ട്സ്. അപ്പം നമുക്ക് കിട്ടാഞ്ഞൊരു കാര്യമാണ്. അപ്പം നമ്മളോട് പറയുകയാണ് നമുക്കത് കഴിയത്തില്ല, പക്ഷേ അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പുതിയ കൽപ്പനകൾ പുതിയ നിയമത്തിൽ കർത്താവ് എഴുതി തന്നു. ആ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൽപ്പനകൾ എന്ന് പറയും, ഈ കൽപ്പനകളില്ല എന്ന് പറയുമ്പോൾ ഇന്നാളിലും ഞാനത് പറഞ്ഞു. പഴയ നിയമത്തിൽ ഏകദേശം 600 പരം കൽപ്പനകളാണെങ്കിൽ ഓൾമോസ്റ്റ് പുതിയ നിയമത്തിൽ അതിൻ്റെ ഡബിളുണ്ട്. കൽപ്പനകൾ എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിളുണ്ട്. ബട്ട് ഇൻ എസെൻസ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. അതിനകത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ ഭാഗമാക്കി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ കുറച്ചും പുതിയ നിയമത്തിൻ്റെ കുറച്ചും എടുത്തായിരിക്കും അതിന്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പരിച്ഛേദന എന്നുള്ളൊരു കാര്യം. പരിച്ഛേദന പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴത്തേക്കും ആ പരിച്ഛേദനയും കൂടെ വേണ്ടേ? അബ്രഹാമിൻ്റെ കൂടെ പറഞ്ഞത് അത് നിത്യമായി നിൽക്കുന്നൊരു കാര്യമെന്നല്ലേ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടത് മാറ്റുന്നു? അല്ലെങ്കിൽ ശബത്ത് എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് കൊണ്ടുപോകണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ അതും കൂടെ ചേർക്കണ്ടേ എന്നുള്ളൊരു കാര്യം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ചോദ്യമാണ്. സോ യു നീഡ് ടു ബി വെരി ക്ലിയർ ഔട്ട് ഓഫ് ദിസ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസ് ആ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ, ഗലാത്യർക്ക് 4-ാം അധ്യായത്തിൽ ഉണ്ടായ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതാനുള്ള ഒരു കാര്യം, ക്രിസ്തു ഈ പുതിയ നിയമത്തിൽ കർത്താവ് പുതിയ ആത്മാവിൽ എന്താണ് എഴുതി തന്നത് എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കണമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ടത് വന്നു ഒരു കാര്യം. ഡേ 2 കർത്താവിൻ്റെ കൂടെ നമുക്ക് മുമ്പോട്ട് നടക്കേണ്ട ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഏത് കൽപ്പന അനുസരിച്ചായിരിക്കും നമ്മൾ വന്ന ഏതെങ്കിലും ഒരു സഭാവിഭാഗം ആയിക്കൊള്ളട്ടെ, അത് വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട, കർത്താവ് ഈസ് ഇറ്റ് ഗെറ്റിംഗ് അലൈൻ ടു ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്? പുതിയ നിയമവുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഒരു കൽപ്പനകളാണോ ഞാൻ ആയിരിക്കുന്ന സഭ പഠിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തന്നെയാണിത് പഠിപ്പിക്കുന്നതെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ആർ യു ഫോളോയിങ് ദിസ് ഓർ ദാറ്റ് വൺ? ഇത് രണ്ടും കൂടെ ചേർത്ത് എനിക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോൾ, കാരണം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം തന്നെ പഴയ നിയമത്തിൻ്റെ പരിച്ഛേദനയും കൂടെ ഈ പുതിയ നിയമവിശ്വാസികൾ അനുസരിക്കണം എന്ന് അവരുടെ മേൽ ഫോഴ്സ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഗലാത്യ ലേഖനം എഴുതുന്നത്. അപ്പോൾ ആ ഗലാത്യ ലേഖനത്തിലെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നതുവരെ. ആ വാക്യം വായിച്ച ഗലാത്യർ 4-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ പ്രസവവേദന എന്തായിരുന്നു? കാരണം ഇപ്പോഴും നിങ്ങൾക്ക് ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പം നമ്മുടെ വിചാരം ക്രിസ്തുവിനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ 2-3-4 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പ്രൈസ് ദ ലോർഡ്, ഐ ആം ഗുഡ്. Now I am here to praise and go. That's it. And after that I can switch off my Bible and I can go. And I can see the Lord in heaven when He comes and I will go. എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ there is a day 2. ആദ്യം പറഞ്ഞിരിക്കുന്ന സന്തോഷവും കാര്യങ്ങളും കാണത്തില്ല. ബിക്കോസ് വി സേ now we need to walk with the Lord. കർത്താവിൻ്റെ കൂടെ നടക്കണം. അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, ഏതായിരിക്കും എൻ്റെ റെഫറൻസ് ബുക്ക്? And this is what I am saying, according to the new commandment the Lord has given us. കർത്താവ് തന്ന പുതിയ നിയമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ അതനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചിടണം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ we come to a lot of freedom in our life. നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി സ്വാതന്ത്ര്യത്തിലോട്ട് വരും. വി ഡോണ്ട് ഗെറ്റ് ഇൻ ടു കണ്ടംനേഷൻ ഇൻ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇതിങ്ങനെയാണോ അങ്ങനെയാണോ? ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ഫിറ്റിംഗ് ദെയർ ഓർ ഈസ് ഇറ്റ് ഫിറ്റിംഗ് ഹിയർ? ഇത് എവിടെയാണ് ഇത് ഫിറ്റ് ആകുന്നത്? അതിനനുസരിച്ച് ഇറ്റ്സ് ബിക്കം വെരി ക്ലിയർ ഇൻ യുവർ ലൈഫ്. ഷുഡ് ഐ ഡു ദാറ്റ് ഓർ ഷുഡ് ഐ നോട്ട് ഡു ദാറ്റ്? അത് ചെയ്യണോ ചെയ്യണ്ടായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്ലിയറാണ്. ബട്ട് വൺ തിങ് ഈസ് യു ഹാവ് ടു ബി ഇൻ ഈദർ ഓഫ് ദിസ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ ആയിരിക്കണം, അല്ലേ? ഒന്നുകിൽ നമ്മൾ പഴയ നിയമം അനുസരിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമം അനുസരിക്കുന്നത്. ബട്ട് ദ ജഡ്ജ്മെൻറ്റ് വുഡ് ബി ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു വിച്ച് സിലബസ് വി ആർ ഇൻ.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിലാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പം ആ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞു, അവൻ നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനം തന്നു എന്ന് പറയും, പാപത്തിൻ്റെ ക്ഷമ തന്നു എന്ന് പറയും. ബട്ട് ഐ വോണ്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ, ആർ യു ഗെറ്റിംഗ് ഫ്രീഡ് ഫ്രം സിൻ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. കൊരിന്ത്യ വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് പറയാനുണ്ടായിരുന്ന എന്തായിരുന്നു? എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അപ്പം അപ്പോസ്തലനായ പൗലോസിന് സ്ഥാപിച്ച കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ ദേ ആർ നോട്ട് ഗ്രോയിങ് അപ്പ്. They are not growing up. അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യം, സി ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ടു എ സ്പിരിച്വൽ പീപ്പിൾ. ആത്മീയർ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സി എവ്രിബഡി ഇൻഡിവിജ്വലി നീഡ് ടു കണക്ട് വിത്ത് ദ ലോർഡ്. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഊഷ്മളമായ ബന്ധത്തിലോട്ട് വരണം. പണ്ട് പഴയ നിയമത്തിലായിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതനായിരുന്നു അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പുതിയ നിയമത്തിലോ നമ്മൾ ഡയറക്റ്റാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട്. നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുക. അതുകൊണ്ട് ഡു നോട്ട് എക്സ്പെക്ട് that somebody will sit and pray for you, do everything for you, and then you don't have to have a connection with the Lord. ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമൊന്നും വേണ്ട. ഞാൻ പാസ്റ്ററിനെ വിളിച്ചാൽ, ഹലോ പാസ്റ്റർ, ഐ ഹാവ് ദിസ് പ്രോബ്ലം, കെൻ യു പ്ലീസ് പ്രേ ഫോർ മീ? ദാറ്റ് വാസ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്. പുതിയ നിയമത്തിൻ്റെ ഭാഗമാണ് യു ഗോ യുവർ സെൽഫ് ടു ദ ലോർഡ്. നമുക്ക് വ്യക്തിപരമായ ക്രിസ്തുവിൻ്റെ അടുക്ക പോകേണ്ട വലിയ ആവശ്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാനതാ പറഞ്ഞ, ഏത് സിലബസ് നമ്മളായിരിക്കണം വളരെ ക്ലിയർ ആയിരിക്കണം, അത് മോഡൽ നമ്മൾ മനസ്സിലായിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലോട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം വി നീഡ് ടു ഗ്രോ ഇൻ ദ ലോർഡ്. കർത്താവിൽ വളരണം. അപ്പം വളരാത്ത കുട്ടികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞ 3:1 പറഞ്ഞിരിക്കുന്നു, ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ടു ദം ആസ് സ്പിരിച്വൽ പീപ്പിൾ. ആത്മീയരോട് എന്ന പോലെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ പോലെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. വായിച്ചോടാ വാക്യം. But as to carnal and babes in Christ. വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ശിശുക്കളുടെ പ്രശ്നം എന്നറിയോ? ശിശുക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഇപ്പോൾ കൊച്ചു പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം മതി, സംതിങ് എക്സൈറ്റിങ്. അവരുടെ ലൈഫെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സൈറ്റിംഗ് ആണോ, ദേ വാണ്ട് ദാറ്റ്. അത് കഴിഞ്ഞു, കുറച്ച് എക്സൈറ്റ്മെൻറ്റ് പോയി, അത് കഴിഞ്ഞു, പിന്നെ അടുത്തത്. അന്നിങ്ങനെ എക്സൈറ്റിംഗ് തിങ്സാണ് കൂടുതലും ജീവിതത്തിൽ നടക്കുന്നത്. ഇനി അഥവാ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ, ഇറ്റ്സ് എ ബോറിംഗ് ലൈഫ്. ചർച്ചിൽ വരുന്നത് തന്നെ ബോറിംഗ് ആണ്. സോ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ഗോ ബിക്കോസ് യു ആർ എ ബേബ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യു ആർ നോട്ട് ഗ്രോയിങ് അപ്പ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സംബന്ധിച്ചിടത്തോളം, ഓക്കെ, നമുക്കൊരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ഒരു 1-2 വർഷമൊക്കെ നമുക്കിത് പാമ്പറൊക്കെ കെട്ടിയൊക്കെ നടക്കാം. 20 വർഷമായി കഴിഞ്ഞിട്ടും പാമ്പർ കെട്ടിക്കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഗതികേടെന്ന് ഓർത്തു നോക്കി, ഒന്ന് ഓർത്തു നോക്കി. അതുപോലെയാണ് പലപ്പോഴും നിത്യമായ ആത്മീയ ശൈശവ ദശയിൽ തന്നെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യു ആർ നോട്ട് ഗ്രോയിങ് അപ്പ് ആൻഡ് യു തിങ്ക് ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. And Paul says, അടുത്ത വാക്യം, 2-ാമത്തെ വാക്യം, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങൾ ജഡികന്മാരല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവരേതാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു. എന്താണ് ഇവർ ചെയ്ത കാര്യം? തൊട്ടടുത്ത വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അത് ശരി. അപ്പം വലിയ കാര്യമൊന്നുമല്ല, വലിയ ബാങ്ക് കൊള്ളടിച്ചതോ വിചാരം ചെയ്ത കാര്യത്തെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യയുണ്ട്. നിങ്ങളുടെ എന്തോ ഉണ്ട്? പിണക്കമുണ്ട്. വായിച്ചെടുത്താട്ടെ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, for you are still carnal, for where your envy and strife and divisions among you, are ye not carnal, behaving like mere men? That means without Christ.
ക്രിസ്തു ഇല്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ സാധാരണ മനുഷ്യരെ പോലെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് നോട്ട് ദ എക്സ്പെക്ടേഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള എക്സ്പെക്റ്റേഷൻസ് വേറെയാണ്. എന്താണ് ക്രിസ്തുവിലുള്ള എക്സ്പെക്റ്റേഷൻസ്? ക്രിസ്തുവേശുവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 6. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം, വേഴ്സ് 27. എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. അപ്പം യു സീ that attitude is totally different. ആരെക്കുറിച്ചാണ്? അങ്ങ് ഭയങ്കര സൂപ്പർ, ഒത്തിരി അങ്ങ് മണ്ടയ്ക്ക് ചെല്ലുമ്പോഴല്ല. ദിസ് ഈസ് ടോൾഡ് അബൌട്ട് ഓൾ ഓഫ് us. എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉദനിസ് പക്ഷേ ഇവിടെ ഒരു ലേഖനത്തിലൂടെ വരുമ്പോൾ, അവിടെ മടങ്ങി വരുമ്പോൾ ഇറ്റ് സേസ് ദേ ഹാവ് ഡിവിഷൻസ് ആൻഡ് ദേ ഹാവ്, അവരെ സംബന്ധിച്ചത് അവർക്ക് ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്. ഒരൊറ്റൊരു കാര്യം ഞാൻ ഒരു സ്പോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാര്യം ഇങ്ങനെ പോയാൽ യു തിങ്ക് ഇറ്റ്സ് ഓക്കെ? ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ആത്മീയ ജീവിതത്തിലെ സ്വാതന്ത്ര്യം ആണ്. ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിച്ചാൽ 8-ാമത്തെ അധ്യായത്തിന് 34-ാമത്തെ വാക്യം, 8-34 വാക്യം. മോസ്റ്റ് അഷ്യൂർലി ഐ സേ ടു യു. അതിന് 8-34. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അപ്പം ഞാൻ ഈ ഈർഷ്യയും പിണക്കമൊക്കെ വന്നുകൊണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ പാപമാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അപ്പം പാപമാണെങ്കിൽ ഞാൻ പാപത്തിൻ്റെ ദാസനാകുന്നു. അപ്പം ഞാൻ ഈർഷ്യയൊക്കെ ചെയ്ത് പിണക്കമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് കൊണ്ടു നടക്കുമ്പോൾ ഞാൻ ആരുടെ ദാസനാണ്? ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതം പറയുന്നത് ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോഴും പാപത്തിൻ്റെ ദാസനാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മളുടെ ജീവിതത്തിൽ വി നീഡ് ടു ആസ്ക് ദ ലോർഡ് ഫോർ ഇറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, വാ തുറന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കേണ്ട വലിയ ആവശ്യമാണ്. കർത്താവേ, ഇതാണ് ദൈവം പറഞ്ഞ വാക്യം. അടുത്ത വാക്യം 35-ാമത്തെ വാക്യം, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കാം. അപ്പം കർത്താവായ യേശു ക്രിസ്തു എന്നെ ആ ഒരു വിഷയങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയും എന്നുള്ളൊരു കാര്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ എന്ത് തന്നെ പാപമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു ഈർഷ്യ പിണക്കമൊക്കെ ഞാൻ പറഞ്ഞു. അതേപോലെ ഇപ്പം നമ്മൾ ഗലാത്യ ലേഖനം നമ്മൾ 5-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ യു ഹാവ് എ ബിഗ് ലിസ്റ്റ് ഓവർ ദെയർ. ടേക്ക് ഇറ്റ് ഓൾ ഓഫ് ദാറ്റ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ വിഷയമായിക്കൊള്ളട്ടെ, അത് നിങ്ങളെ അലട്ടുന്ന ഒരു വിഷയമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാരം നിങ്ങൾ ദൈവത്തോട് എന്നുണ്ടെങ്കിൽ, കർത്താവേ, പുത്രൻ എന്നെ സ്വതന്ത്രനാക്കിയാൽ ഞാൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ നിലയിലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല? കർത്താവ് എന്നെ സഹായിക്കണം. യു മസ്റ്റ് ആസ്ക് ദ ലോർഡ്. ഡു നോട്ട് ആക്സെപ്റ്റ് ഡിഫീറ്റ്. ഡു നോട്ട് സേ ഓക്കെ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ പ്രോബബ്ലി പീപ്പിൾ വിൽ ടോളറേറ്റ് ഇറ്റ്. പക്ഷെ ചില കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളെ ഒരു അടിമയാക്കി വെക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ അങ്ങനെ ചോദിച്ചു. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ചോദിച്ചാൽ ഒരു ബുക്ക് നമ്മളെ ട്രബിൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മൂവി നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടോ, TV നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടോ. ഇപ്പോഴാണ് ചോദിക്കുകയാണ് ചേട്ടൻ, ഇസ് മൊബൈൽ ട്രബിളിങ് യു, ഗിവിങ് യു ടു മച്ച് ഓഫ് എ ട്രബിൾ, യു ആർ എ സ്ലേവ് ഓഫ് ദാറ്റ്. അതിൻ്റെ ഒരു അടിമയായി മാറിയോ നിങ്ങൾ? അല്ലെങ്കിൽ ഏതെങ്കിലും പാപം നിങ്ങളുടെ ജീവിതത്തിൽ ആയിക്കൊള്ളട്ടെ, യു ക്യാൻ നെയിം വാട്ട് എവർ ഇറ്റ് ഇസ്, അതിൻ്റെയൊക്കെ അടിമയായി തീർന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. പുത്രൻ സ്വതന്ത്രനാക്കിയാൽ അവരെ സാക്ഷാൽ സ്വതന്ത്രനാകും എന്ന് പറഞ്ഞൊരു കാര്യം. അത് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഹല്ലേലൂയ. കർത്താവ് അതാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ആ വാക്യം ഒന്ന് വായിച്ചാൽ, ജോൺ ചാപ്റ്റർ 10. വായിച്ചാൽ. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. That is the difference. സമൃദ്ധിയായി ഉണ്ടാകാൻ. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 10 വായിച്ചേ. സമൃദ്ധിയായി ഉണ്ടാകുക. എന്താണ് സമൃദ്ധിയായി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ? ഒരു വേറിനും കഷ്ടിച്ച് സ്നേഹിക്കുകയല്ല. ഒന്ന് വരുന്ന 12-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം എന്ന് വായിച്ച, 1 Corinthians chapter 12 the last verse. 1 Corinthians 12 ലാസ്റ്റ് 31-ാമത്തെ വാക്യം. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവിൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിശ്രേഷ്ഠമായ ഒരു ഭാഗം എന്ന് പറഞ്ഞതിന് ശേഷം 13-ാമത്തെ അധ്യായം നമുക്കറിയാം, ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ആൻഡ് ദാറ്റ്സ് വെയർ ഈ ടോക്കിംഗ് അബൌട്ട് ഓവർഫ്ലോയിങ് ലൈഫ്. അബണ്ടന്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിനുള്ള ഒരു ബേസിക് ദാഹം അകറ്റുന്ന വെള്ളമുണ്ട്, എന്നാൽ നമുക്ക് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവ് പ്രോമിസ് ചെയ്ത കാര്യം എന്താണ്? an abundance, നിറഞ്ഞു കവിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. യു ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് മണി ഹിയർ, വി ആർ ടോക്കിംഗ് അബൌട്ട് റിയലി ദാറ്റ് ഓക്കെ, ഞാൻ കഷ്ടിച്ച് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, ആ പാപത്തിൽ നിന്ന് ഓവർകം ചെയ്ത യെസ് ഐ ആം able to stand by the grace of God. ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് പ്രിയ സഹോദരങ്ങളെ സ്വാതന്ത്ര്യം. അത് കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നതാണ്. ക്രിസ്തു ഉരുവാകുക എന്ന് പറയുമ്പോൾ അതും അതിൻ്റെ ഭാഗമാണ്. That is the first part. The second part, that's only very limited aspect of it. അത് കഴിഞ്ഞിട്ട് പറയാണ്, there should be an overflowing, an abundance. എന്താണ് ആ അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവെ എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് നിറഞ്ഞു പൊങ്ങുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു, നമ്മളെ സ്നേഹിക്കാത്തവരെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ദ ലോർഡ് ഈസ് സേയിങ്. ജോൺ ചാപ്റ്റർ ലൂക്കോസിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, when we read even in Matthew 5, 6, 7, all that when we read, ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ ഡിസൈപ്പിൾസിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്. It was not grudging against in a person in the mind. അവൻ്റെ മനസ്സിൽ പിന്നെയും പിണക്കം കൊണ്ട് നടക്കുകയല്ല, ഈർഷ്യ കൊണ്ട് നടക്കുകയല്ല. പ്രൈസ് ഗാഡ്. പെട്ടെന്നൊരു റിയാക്ഷനൊക്കെ ഉണ്ടായെന്നിരിക്കാം, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഹ്യൂമൻ ബീയിങ്സ്. പക്ഷേ ഹൃദയം ക്ലിയറാണോ? നമ്മൾക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആൻഡ് there we really need grace. We really need help. We really need the help of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. So in one end we say we have 1, 2, 3, 4, we have Lord, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. And some people say I have the gifts of the Lord. ദൈവം തന്നിരിക്കുന്ന എല്ലാ ഗിഫ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അന്യഭാഷയിലൊക്കെ സംസാരിക്കാം, അതൊക്കെ പ്രൈസ് ദ ലോർഡ്, ഇറ്റ്സ് ഓൾ വെരി ഗുഡ്. പക്ഷേ ഐ ക്യാൻ ടോക്ക് ടു എനിത്തിങ് സ്പിരിച്വൽ. ആത്മീയമായ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളോട് ആകെ സംസാരിക്കാൻ കഴിയുന്നത് വളരെ ബാലിശ്യമായിട്ടുള്ള ആത്മീയ. സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് യു ആർ സ്റ്റിൽ ഇൻ എ ബേബി സിറ്റുവേഷൻ. ആർന്റ് വി സപ്പോസ് ടു ഗ്രോ? കർത്താവിൻ്റെ യഥാർത്ഥമായ ആ ഒരു അപ്പോസ്തലൻ പൗലോസിൻ്റെ ഹൃദയത്തിലെ കരച്ചിലുകൾ മനസ്സിലാക്കണം. ജസ്റ്റ് രക്ഷിക്കപ്പെട്ടു, വന്നു സ്നാനപ്പെട്ടു, കർത്താവെ ഈവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ച കൊർന്നലിയോസിനെ അവിടെ വിട്ടേച്ച് പോകുന്ന ഒരു കാര്യമല്ല. They need to grow. In what? They need to know what are you going to follow. Are you going to follow New Testament? Are you going to follow the Old Testament? പുതിയ നിയമത്തിൻ്റെ പ്രകാരമാണോ നിങ്ങൾ മുമ്പോട്ട് ജീവിക്കാൻ പോകുന്നത്? ഓരോ കാര്യങ്ങളും ടേക്ക് പേജ് ബൈ പേജ്. ആസ്ക് ദ ലോർഡ്, what should I learn from this book? Dear brothers, I'll tell you one thing. Know your Bible. നിങ്ങളുടെ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കണം. This is the book which is given to all of us. Read your Bible. പലരെ സംബന്ധിച്ചിടത്തോളം reads it after one weekly once. Read your Bible and tell Lord, speak to my heart. എൻ്റെ ഹൃദയത്തോട് സംസാരിക്കും. മേ ബി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഞാനത് പറഞ്ഞല്ലോ, കൊർന്നലിയോസിനെ നമ്മൾ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് തിങ് ടു ഗോ ആൻഡ് ടെൽ ഗോസ്പൽ ടു എ ജെൻറ്റൈൽ. അവിടെ ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിരുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. ബട്ട് ദാറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. സേ ലോർഡ്, ഐ എം റെഡി ടു അക്സെപ്റ്റ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് സേസ്. ആൻഡ് ദാറ്റ്സ് വാട്ട് പീറ്റർ ഡിഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങൾ, ദൈവമേ, ഐ എം റെഡി ടു ലേൺ ഫ്രം ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിക്കുവാൻ ഞാൻ റെഡിയാണ്. ബട്ട് ദർ ഇസ് എ സ്റ്റഡി ഗ്രോത്ത് ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു നിരന്തരമായൊരു വളർച്ചയുണ്ട്. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ, കർത്താവെ,
നമുക്ക് പറയാനായിട്ട് കഴിയണം, യെസ് ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ലോർഡ്, റൈറ്റ്, ആൻഡ് ഐ എം ഗ്രോൺ അപ്പ് എവറി ഡേ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുവിടുമ്പോഴത്തേക്കും നമുക്ക് അവരിൽ നിന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അല്ലേ. എല്ലാ ദിവസവും 1-ാം ക്ലാസ്സിലാണ് നമ്മൾ കൊണ്ടുവിടുന്നത്. ഈ വർഷം 1-ാം ക്ലാസ്സിൽ കൊണ്ടുവിട്ടു, അടുത്ത വർഷം 2-ാം ക്ലാസ്സിൽ കൊണ്ടുവിടാൻ. എല്ലാ വർഷവും ടീച്ചർ പറയാം, നീ 1-ാം ക്ലാസ്സിൽ നിന്ന് പാസ്സാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും likes to read Psalms 23. No other verse is dear to your heart. Continue forward. Continue forward. കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ കാര്യങ്ങളും കർത്താവേ എന്നോട് സംസാരിക്കണമേ. Make it understanding to me. എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ. And when sometimes things are not really interesting to me, tell Lord, it is not interesting to me. Help me. എന്നെ സഹായിക്കണം. And be honest with God. ദൈവത്തോടുകൂടെ സത്യസന്ധമായി കടന്നു എന്ന് വളരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ കരച്ചിൽ നമുക്കൊന്നുകൂടെ വായിക്കാം. ഗലാത്യർ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. സോ പ്രസവവേദന അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മനസ്സിലാക്കണം, ഇറ്റ് ഈസ് റിയലി പെയിൻഫുൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊരു വേദനയുണ്ടാകാൻ. പീപ്പിൾ ആർ നോട്ട് ഗ്രോയിങ്. നമുക്ക് ദൈവസന്നിധിയിലുണ്ടാകുന്ന കർത്താവ് ഞങ്ങൾ കൂടി വരുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ ലോർഡ്, ഇഫ് ദേ ആർ നോട്ട് ഗ്രോയിങ്, that should be a pain in our hearts. കർത്താവെ സഹായിക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ അതുപോലെ കരയാം. ഇത് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.